നിങ്ങൾ ഇന്ന് ഇൻസ്റ്റഗ്രാം തുറക്കുന്നു, ഒരു ഇൻഫ്ലുവൻസറിൻ്റെ മോർണിംഗ് റൂട്ടീൻ, അടുത്ത വീഡിയോയിൽ ലക്ഷറി കാർ, അതിനുശേഷം ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ്, പിന്നെ ഒരു റെസ്റ്റോറൻറ്റ് റെക്കമെൻഡേഷൻ, അടുത്തതായി ഒരു മോട്ടിവേഷണൽ കോട്ട്. അതിനിടയിൽ ഗൈസ് ഇതെൻ്റെ ഫേവറേറ്റ് പ്രോഡക്റ്റാണ്, ഹോണസ്റ്റ്ലി ഞാൻ ഇത് കുറേ നാളായി യൂസ് ചെയ്യുന്നു, ലിങ്ക് ബയോയിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്ക്രോൾ ചെയ്യും, ലൈക്ക് ചെയ്യും, ഫോളോ ചെയ്യും, ചിലപ്പോൾ ആ പ്രോഡക്റ്റ് വാങ്ങുകയും ചെയ്യും. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നതൊരു മനുഷ്യൻ്റെ യഥാർത്ഥ ജീവിതമാണോ? അതോ നമുക്ക് കാണിക്കാൻ വേണ്ടി കെയർഫുള്ളി ക്രിയേറ്റ് ചെയ്ത ഒരു ജീവിതമാണോ? ഇതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഇൻഫ്ലുവൻസർ കൾച്ചർ. ഇൻഫ്ലുവൻസർ എന്ന വാക്ക് ഇന്ന് പുതിയ ഒന്നല്ല. സെലിബ്രിറ്റീസ് മാത്രമായിരുന്ന കാലം കഴിഞ്ഞു. ഇന്നൊരു സ്മാർട്ട് ഫോണുണ്ട്, ക്യാമറയുണ്ട്, ഇൻ്റർനെറ്റ് കണക്ഷനുണ്ട്, ഒരു പ്രത്യേക കഴിവോ പേഴ്സണാലിറ്റിയോ കണ്ടൻറ് ഐഡിയയോ ഉണ്ട്. എങ്കിൽ നിങ്ങൾക്കും ഇൻഫ്ലുവൻസർ ആകാം. പക്ഷേ ഇവിടെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇൻഫ്ലുവൻസർ കൾച്ചർ നമ്മളെ എങ്ങനെ മാറ്റി? നമ്മുടെ ഷോപ്പിംഗ് ഹാബിറ്റ്സ്, നമ്മുടെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ്, നമ്മുടെ റിലേഷൻഷിപ്സ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ കരിയർ ഡ്രീംസ്, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ്, ഇവയെ തൊട്ട് നമ്മളുടെ ഐഡൻറ്റിറ്റി വരെ ഇൻഫ്ലുവൻസർ കൾച്ചർ സ്വാധീനിക്കുന്നുണ്ട്. ഇന്നതാണ് നമ്മൾ വിശദമായി സംസാരിക്കാൻ പോകുന്നത്. ഇൻഫ്ലുവൻസർ കൾച്ചർ യഥാർത്ഥത്തിൽ എന്താണ്? ആദ്യം വളരെ സിമ്പിളായി നോക്കാം. ആരാണ് ഒരു ഇൻഫ്ലുവൻസർ? സോഷ്യൽ മീഡിയയിൽ ഒരു ഓഡിയൻസ് ബിൽഡ് ചെയ്തിട്ടുള്ള, ഒരു ഓഡിയൻസിൻ്റെ ഒപ്പീനിയൻസസ്, ചോയ്സസ് അല്ലെങ്കിൽ ബിഹേവിയർ സ്വാധീനിക്കാൻ കഴിയുന്ന വ്യക്തിയാണ് പൊതുവെ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്. അത് സെലിബ്രിറ്റി ആയിരിക്കണമെന്നില്ല. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇൻഫ്ലുവൻസർ ആകാം, ഒരു ഫിറ്റ്നസ് ട്രെയിനർ ഇൻഫ്ലുവൻസർ ആകാം, ഒരു ടീച്ചർ ഇൻഫ്ലുവൻസർ ആകാം, ഒരു ഗെയിമർ, ഒരു ട്രാവലർ, ഒരു ബിസിനസ്മാൻ, ഒരു കൊമേഡിയൻ, ഒരു ഫുഡ് റിവ്യൂവർ അല്ലെങ്കിൽ ഒരു സാധാരണ വ്യക്തിക്ക് പോലും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോളോവേഴ്സിൻ്റെ എണ്ണം മാത്രമല്ല, ഇൻഫ്ലുവൻസ് ആണ് പ്രധാനം. ഒരു ഇൻഫ്ലുവൻസറിന് 10 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടാകാം, പക്ഷേ ഓഡിയൻസിന് അദ്ദേഹത്തോട് വലിയ ട്രസ്റ്റ് ഇല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് കുറവായിരിക്കും. അതേസമയം 20,000 ഫോളോവേഴ്സ് മാത്രമുള്ള ഒരു ക്രിയേറ്ററിന് തൻ്റെ നീഷയിൽ വളരെ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഉണ്ടാകാം. ഇതാണ് ഇൻഫ്ലുവൻസർ എക്കോണമിയുടെ പ്രത്യേകത. പണ്ട് അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ നമുക്കറിയാമായിരുന്നു ഇതൊരു അഡ്വർടൈസ്മെൻ്റ് ആണ്. ഒരു ടെലിവിഷൻ കൊമേഴ്ഷ്യൽ, ഒരു ന്യൂസ് പേപ്പർ ആഡ്, ഒരു ബിൽ ബോർഡ്. പക്ഷേ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് വന്നപ്പോൾ അഡ്വർടൈസിങ്ങിൻ്റെ രൂപമേ മാറി. ആം ഐ റൈറ്റ്? ഒരു ഇൻഫ്ലുവൻസർ ക്യാമറ എടുത്ത് പറയുകയാണ്, ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തു, എനിക്ക് വളരെ നല്ല റിസൾട്ട് കിട്ടി. അത് അഡ്വർടൈസ്മെൻ്റ് ആണോ? പേഴ്സണൽ റെക്കമെൻഡേഷൻ ആണോ? ഇവിടെയാണ് ബൗണ്ടറി ബ്ലർ ആകുന്നത്. സെലിബ്രിറ്റിയിൽ നിന്ന് ഇൻഫ്ലുവൻസറിലേക്ക്. പണ്ടൊരു സെലിബ്രിറ്റി ആകാൻ എന്ത് വേണം? സിനിമ, ടെലിവിഷൻ, സ്പോർട്സ്, മ്യൂസിക്, മീഡിയ കവറേജ്. പക്ഷേ സോഷ്യൽ മീഡിയ ഈ സിസ്റ്റം മാറ്റിമറിച്ചു. ഇന്നൊരു വ്യക്തിക്ക് ട്രഡീഷണൽ മീഡിയയുടെ ഗേറ്റ് കീപ്പേഴ്സ് ഇല്ലാതെയും ഓഡിയൻസ് ബിൽഡ് ചെയ്യാം. നിങ്ങൾക്കൊരു TV ചാനൽ ആവശ്യമില്ല, ഒരു ന്യൂസ് പേപ്പർ ആവശ്യമില്ല, ഒരു വലിയ പ്രൊഡക്ഷൻ ഹൗസ് ആവശ്യമില്ല. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ തന്നെ ക്യാമറ, നിങ്ങളുടെ ബെഡ്റൂം തന്നെ സ്റ്റുഡിയോ, നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് തന്നെ മീഡിയ ചാനൽ, നിങ്ങളുടെ ഫോളോവേഴ്സ് തന്നെ ഓഡിയൻസ്. ഇതാണ് ക്രിയേറ്റർ എക്കോണമിയുടെ പവർ. ഇതിൻ്റെ നല്ല വശം വളരെ വലുതാണ്. ടാലൻ്റ് ഉള്ള ഒരാൾക്ക് അവസരം ലഭിക്കാം. ഒരു ചെറിയ ടൗണിൽ നിന്ന് ഒരാൾക്ക് ലോകമെമ്പാടുമുള്ള ഓഡിയൻസിനെ ലഭിക്കാം. ഒരു വ്യക്തിക്ക് തൻ്റെ പാഷൻ കരിയറാക്കാം. പക്ഷേ ഈ ഫ്രീഡത്തിനൊപ്പം ഒരു പുതിയ പ്രഷർ കൂടി വന്നു. ഓൾവേസ് ബി അവൈലബിൾ, ഓൾവേസ് പോസ്റ്റ്, ഓൾവേസ് എൻഗേജ്, ഓൾവേസ് ലുക്ക് സക്സസ്ഫുൾ, ഓൾവേസ് ബി ഇൻട്രസ്റ്റിംഗ്, ഓൾവേസ് ബി റിലവൻറ്റ്. ഇതാണ് ഇൻഫ്ലുവൻസ് കൾച്ചറിൻ്റെ മറ്റൊരു മുഖം. പെർഫെക്റ്റ് ലൈഫ് എന്ന ഒരു ഇല്യൂഷനാണ് ഒരു ഇൻഫ്ലുവൻസർ നമുക്ക് തരുന്നത്. ഇനി അതായത് ഇൻസ്റ്റഗ്രാമിൽ ഒരാളുടെ പ്രൊഫൈൽ തുറക്കുക, ബ്യൂട്ടിഫുൾ ഹൗസ്, പെർഫെക്റ്റ് സ്കിൻ, പെർഫെക്റ്റ് ബോഡി, പെർഫെക്റ്റ് ക്ലോത്ത്സ്, പെർഫെക്റ്റ് റിലേഷൻഷിപ്പ്, പെർഫെക്റ്റ് വെക്കേഷൻ, പെർഫെക്റ്റ് ഫുഡ്, പെർഫെക്റ്റ് സ്മൈൽ, എല്ലാം പെർഫെക്റ്റ്. പക്ഷേ യഥാർത്ഥ ജീവിതം ഇത്ര പെർഫെക്റ്റ് ആണോ? ഒരു ഇൻഫ്ലുവൻസർ ഒരു ദിവസം 24 മണിക്കൂറും ക്യാമറയുടെ മുന്നിൽ ജീവിക്കുന്നില്ല. നമ്മൾ കാണുന്നത് അവരുടെ ജീവിതത്തിലെ സെലക്റ്റഡ് മൊമെൻറ്റ്സ്, അവർ നമ്മളെ കാണിക്കണം എന്നുദ്ദേശിക്കുന്ന മൊമെൻറ്റ്സ് മാത്രമാണ്. ഒരു ഫോട്ടോ അവർ പെർഫെക്റ്റായി നമ്മളെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് 50 ടേക്കുകൾ എടുത്തിട്ടുണ്ടായിരിക്കാം. ആസ് എൻ ഇൻഫ്ലുവൻസർ, മീ ടു.
ഒരു വീഡിയോ ചെയ്യാൻ പല ടേക്സും എടുത്തിട്ടുണ്ടാവാം. ഒരു റൂം മുഴുവൻ മെസ്സി ആയിരിക്കാം, അടുത്ത റൂമിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ടാകാം, പക്ഷേ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത് ആനിവേഴ്സറി പോസ്റ്റേഴ്സ് മാത്രം. ഒരു വ്യക്തിക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടാകാം, പക്ഷേ ക്യാമറയുടെ മുന്നിൽ കോൺഫിഡൻസ് മാത്രമേ അവർ കാണിക്കുള്ളൂ. ഇത് നെസസറിലി ഒരു ലൈ ആണെന്ന് പറയാൻ കഴിയില്ല, പക്ഷേ ഇത് കംപ്ലീറ്റ് റിയാലിറ്റിയുമല്ല. ആണോ? അല്ല. ഇത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ ബിഹൈൻഡ് ദ സീൻസിനെ മറ്റൊരാളുടെ ഹൈലൈറ്റ് റീലുമായി കമ്പയർ ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലെ പ്രോബ്ലംസ് നമുക്ക് മുഴുവൻ അറിയാം, പക്ഷേ ഇൻഫ്ലുവൻസറിൻ്റെ പ്രോബ്ലംസ് നമുക്ക് കാണില്ല. അവരുടെ ബെസ്റ്റ് മൊമെൻറ്റ്സിനെ അവർ കാണിക്കുന്നു, പ്രൊജക്റ്റ് ചെയ്യുകയാണ് ശരിക്കും ചെയ്യുന്നത്. അങ്ങനെ താരതമ്യം ചെയ്താൽ നമ്മുടെ ജീവിതം എല്ലായ്പ്പോഴും മോശമായി പോയി എന്ന് തോന്നും. ഇൻഫ്ലുവൻസർ ലിവിങ് ഇൻ എ ഗുഡ് അറ്റ്മോസ്ഫിയർ, ഗുഡ് ലൈഫ് കൾച്ചർ എന്ന് നമ്മൾ ഫീൽ ചെയ്യുകയാണ് ശരിക്കും. എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ? ഒരു ഇൻഫ്ലുവൻസർ രാവിലെ എഴുന്നേറ്റ് വർക്കൗട്ട് ചെയ്യുന്നു, ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്, സ്കിൻ കെയർ, വർക്ക്, ട്രാവൽ, ബിസിനസ്, ഈവനിങ് വർക്കൗട്ട്, പെർഫെക്റ്റ് ഡിന്നർ, നൈറ്റ് റുട്ടീൻ. നമ്മളിത് കാണുമ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് ചിന്തിക്കാൻ തുടങ്ങും. അവർക്കുമുണ്ട് ബ്യൂട്ടിഫുൾ ബോഡി, എനിക്കില്ല. അവർക്കുണ്ട് ജോലി, എനിക്കില്ല. അവർക്കുണ്ട് റിലേഷൻഷിപ്പ്, എനിക്കില്ല. അവർ യാത്ര ചെയ്യുന്നു, ഞാൻ വീട്ടിലാണ്. അവർ എക്സ്പെൻസീവ് ഫോൺ യൂസ് ചെയ്യുന്നു, എനിക്കില്ല. ഇങ്ങനെ കമ്പാരിസൺ ആരംഭിക്കും. ഇത് സ്ലോലി സെൽഫ് എസ്റ്റീമിനെ ബാധിക്കാം, പ്രത്യേകിച്ച് യങ് പീപ്പിളിൽ. സോഷ്യൽ മീഡിയ നമ്മളോട് നേരിട്ട് പറയുന്നില്ല നീ പോരാ, പക്ഷേ എൻലെസ് കമ്പാരിസൺ വഴി നമ്മുടെ ബ്രെയിനിന് അങ്ങനെ തോന്നാനിടയാക്കും. ഇവിടെ ഒരു കാര്യമാണ് ഓർക്കേണ്ടത്. സോഷ്യൽ മീഡിയ ഈസ് എ വിൻഡോ ഇൻ ടു സമ്മൺസ് ലൈഫ്. നമ്മളുടെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് എങ്ങനെ മാറി? ഇൻഫ്ലുവൻസ് കൾച്ചറിൻ്റെ ഏറ്റവും ശക്തമായി ബാധിച്ച മേഖലകളിൽ ഒന്നാണ് ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ്. പെർഫെക്റ്റ് സ്കിൻ, ഷാർപ്പ് ജോ ലൈൻ, സ്ലിം ബോഡി, പെർഫെക്റ്റ് ഹെയർ, വൈറ്റ് ടീത്ത്, സർട്ടൻ ഫേഷ്യൽ ഫീച്ചേഴ്സ്. ഇതെല്ലാം സോഷ്യൽ മീഡിയ ഫീഡിൽ റിപ്പീറ്റഡ്ലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി അതിനെ നോർമൽ എന്ന് കരുതാൻ തുടങ്ങും. പക്ഷേ റിയാലിറ്റി എന്താണ്? ലൈറ്റിംഗ്, ക്യാമറ ആംഗിൾ, മേക്കപ്പ്, ഫിൽറ്റേഴ്സ്, എഡിറ്റിംഗ്, റീടച്ചിങ്, പോസിങ്, ഇവയെല്ലാം അപ്പിയറൻസിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ചില ഫിൽറ്റേഴ്സ് മുഖത്തിൻ്റെ ഷേപ്പ് തന്നെ മാറ്റിത്തരും എന്നുള്ളതാണ് സത്യം. സ്കിൻ സ്മൂത്താക്കി തരും, ഐസ് വലുതാക്കി തരും, നോസ് ഷേപ്പ്ഫുള്ളാക്കി തരും, ബോഡിയുടെ പ്രൊപ്പോർഷൻസ് വരെ ഓൾട്ടർ ചെയ്യാൻ കഴിയും. പിന്നെ ഒരു ചോദ്യം, നമ്മൾ സ്ക്രീനിൽ കാണുന്ന ബ്യൂട്ടി യഥാർത്ഥ മനുഷ്യരുടേതാണോ അതോ ടെക്നോളജി ക്രിയേറ്റ് ചെയ്തൊരു സ്റ്റാൻഡേർഡാണോ? ആണ്. ഇതൊരു വലിയ സൈക്കോളജിക്കൽ പ്രോബ്ലം ആകാം. ഒരു വ്യക്തി സ്വയം നാച്ചുറൽ ഫേസിനെ ഡിസ്ലൈക്ക് ചെയ്യാൻ തുടങ്ങുന്നു. നാച്ചുറൽ സ്കിൻ ഇൻപെർഫെക്ഷൻസ് പോലും അബ്നോർമലായി തോന്നാം. അതിൽ നിന്ന് അൺനെസസറി ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അൺഹെൽത്തി ഡയറ്റിങ്സ്, എക്സ്ട്രീം ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ടൈമും ഫണ്ടും ചിലവാക്കും. അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ഇൻസെക്യൂരിറ്റി വരെ നമുക്ക് ഇൻസെക്യൂർ ഫീലിംഗ് ഒക്കെ എനിക്കുണ്ടായിട്ടുണ്ട് ആഫ്റ്റർ ഇൻഫ്ലുവൻസർ. ബ്യൂട്ടി എന്നതൊരു യൂണിവേഴ്സൽ ഫോമുല അല്ല. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് നോട്ട് എ യൂണിവേഴ്സൽ ഫോമുല. പക്ഷേ അൽഗോരിതം ചില പ്രത്യേക അപ്പിയറൻസ് നമ്മളിലേക്ക് ആവർത്തിച്ച് പുഷ് ചെയ്യുകയാണ്. അത് നമ്മുടെ പെർസെപ്ഷൻ എബൌട്ട് ദ ലൈഫ് തന്നെ മാറ്റും. എന്തുകൊണ്ട് ഒരു ഇൻഫ്ലുവൻസർ സജസ്റ്റ് ചെയ്യുന്ന മാർക്കറ്റിൽ അവൈലബിളായ സാധനം നമ്മൾ എന്തുകൊണ്ട് വാങ്ങുന്നു? ഇനി നമുക്ക് മണിയിലേക്ക് വരാം. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഇന്ന് വലിയ ബിസിനസ്സാണ് ആക്ച്വലി. കാരണം ട്രഡീഷണൽ അഡ്വർടൈസ്മെൻറ്റിനേക്കാൾ ഇൻഫ്ലുവൻസർ റെക്കമെൻഡേഷൻ പലപ്പോഴും പേഴ്സണലായി തോന്നും. പേഴ്സണലായി ഒരു ഇൻഫ്ലുവൻസർ എന്നോട് സംസാരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. ഒരു സെലിബ്രിറ്റി പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് വാങ്ങും, നമ്മൾക്ക് തോന്നാം അഡ്വർടൈസ്മെൻ്റ് ആണല്ലോ. പക്ഷേ ഒരു ഇൻഫ്ലുവൻസർ പറയുമ്പോൾ ഗൈസ് ഞാനിത് പേഴ്സണലി യൂസ് ചെയ്തതാണ്, അത് കൂടുതൽ ട്രസ്റ്റ് വർത്തിയായി തോന്നാം. കാരണം നമ്മൾ ആ ഇൻഫ്ലുവൻസറിനെ ദിവസവും കാണുന്നുണ്ട്. അവരുടെ പേഴ്സണാലിറ്റി നമുക്കറിയാം, അവരുടെ വീഡിയോസ് നമ്മൾ കാണുന്നു, അവരുടെ ജോക്സ് നമ്മൾ കേൾക്കുന്നു, അവരുടെ ലൈഫ് അപ്ഡേറ്റ്സ് കാണുന്നു. അങ്ങനെ ഒരു പാരാസോഷ്യൽ റിലേഷൻഷിപ്പ് നമുക്ക് അവരുമായിട്ട് രൂപപ്പെടുന്നു. അതായത് നമ്മൾ ആ വ്യക്തിയെ പേഴ്സണലി അറിയുന്നില്ല, പക്ഷേ അവർ നമ്മളോട് സംസാരിക്കുന്നത് കൊണ്ട് നമുക്കവരെ പരിചയമുള്ളതുപോലെ തോന്നാം. അവിടെ ട്രസ്റ്റ് ഉണ്ടാകുന്നു.
ട്രസ്റ്റ് ഉണ്ടാകുമ്പോൾ റെക്കമെൻഡേഷൻ കൂടുതൽ പവർഫുൾ ആകുന്നു. പക്ഷേ ഇൻഫ്ലുവൻസർ പറഞ്ഞതുകൊണ്ട് വാങ്ങി എന്നൊരു പർച്ചേസിങ് ബിഹേവിയർ ഉണ്ടാകാം. ഇത് തെറ്റാണെന്ന് മാത്രം പറയാൻ കഴിയില്ല. ഇൻഫ്ലുവൻസേഴ്സ് നല്ല പ്രോഡക്റ്റ്സ് റെക്കമെൻഡ് ചെയ്യാം, ഹോണസ്റ്റ് റിവ്യൂസും നൽകാം, യൂസ്ഫുൾ ഇൻഫർമേഷനും തരാം. പക്ഷേ പെയ്ഡ് പ്രൊമോഷനാണോ ജെന്യുവൻ റെക്കമെൻഡേഷനാണോ എന്ന് തിരിച്ചറിയാൻ ആസ് എ ഉപഭോക്താവ് നിങ്ങൾക്ക് കഴിയണം. ആഡാണോ അഡ്വർടൈസ്മെൻ്റ് ആണോ? ഒരു ഇൻഫ്ലുവൻസർ ഒരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നു, എനിക്കിതില്ലാതെ ജീവിക്കാൻ പറ്റില്ല, ഇതെൻ്റെ ലൈഫ് മാറ്റി, ഇത് എല്ലാവരും ട്രൈ ചെയ്യണം. പക്ഷേ അവർക്ക് ബ്രാൻഡ് പേയ്മെൻറ്റ് നൽകിയിട്ടുണ്ടോ, ഫ്രീ പ്രോഡക്റ്റ് നൽകിയിട്ടുണ്ടോ, അഫിലിയേറ്റ് കമ്മീഷൻ ലഭിക്കുന്നുണ്ടോ, ഇത് വ്യക്തമാക്കിയിട്ടുണ്ടോ അവരുടെ വീഡിയോസിൽ? ഇവിടെ മീഡിയ ലിറ്ററസി വരെ പ്രധാനമാണ്. ഒരു ഇൻഫ്ലുവൻസറിൻ്റെ കണ്ടൻറ്റ് കാണുമ്പോൾ ഇത് ഇൻഫർമേഷനാണോ മാർക്കറ്റിംഗ് ആണോ എന്ന് ചോദിക്കാൻ നമ്മുടെ ബ്രെയിനെ നമ്മൾ ട്രെയിൻ ചെയ്യണം. എസ്പെഷ്യലി സ്കിൻ കെയർ, ഹെൽത്ത്, ഫിനാൻസ് മാനേജ്മെൻറ്റ്, സപ്ലിമെൻറ്റ്സ്, എഡ്യൂക്കേഷൻ ഫോർ അവർ ചിൽഡ്രൻ, ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസ്, വെയ്റ്റ് ലോസ്. ഇവയിൽ ബ്ലൈൻഡ് ട്രസ്റ്റ് അപകടമാണ്. ഷുവർലി സേ ദാറ്റ് ഇറ്റ്സ് ബ്ലൈൻഡ് ട്രസ്റ്റ് അപകടമാണ്. ഒരു ഇൻഫ്ലുവൻസർ പോപ്പുലർ ആണെന്ന് 1 മില്യൺ ഫോളോവേഴ്സ് എനിക്കുണ്ട് എന്ന് കരുതിയിട്ട് ഞാൻ മെഡിക്കൽ നോളജ് ഉള്ള ആളായിരിക്കണമെന്നില്ല. ഒരു വൈറൽ ഫിനാൻഷ്യൽ വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്ത് പ്രസൻറ്റ് ചെയ്താൽ ഞാൻ ഫിനാൻസ് മാനേജ്മെൻറ്റിൽ മിടുക്കിയാണ് എന്നല്ല, ഞാൻ ആ ടോപ്പിക്കിനെ പറ്റി പഠിച്ചു എന്നുള്ളതാണ്. ഞാനത് പ്രാക്ടിക്കലി ചെയ്ത് ഞാൻ സക്സസ്ഫുൾ ആയി എന്നല്ല. അതുകൊണ്ട് ഇൻഫർമേഷൻ വെരിഫൈ ചെയ്യണം നമ്മൾ. ഇനി ഇൻഫ്ലുവൻസറിൻ്റെ കൾച്ചർ എന്താണ്, അല്ലെ കൺസ്യൂമറിസം എന്താണ് അവരുടെ? ഇൻഫ്ലുവൻസർ കൾച്ചർ നമ്മളൊരു പുതിയ മെൻറ്റാലിറ്റി ശരിക്കും വളർത്തിയിട്ടുണ്ടോ? ഐ നീഡ് ദിസ്, എനിക്ക് അവരെ പോലെ ജീവിക്കണം, എനിക്ക് അവർ ചെയ്യുന്ന ബ്യൂട്ടി പ്രോഡക്ട്സ് ചെയ്യണം. ഒരു ഇൻഫ്ലുവൻസർ പുതിയ ഫോൺ വാങ്ങുന്നു, നമുക്ക് നമ്മുടെ ഫോൺ ഔട്ട്ഡേറ്റഡായി തോന്നുന്നുണ്ടോ? അവർ പുതിയ ഡ്രസ്സ് ധരിക്കുന്നു, നമ്മുടെ വാർഡ്രോബ് ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ? അവർ പുതിയ കഫേയിൽ പോകുന്നു, നമുക്ക് അതേ കഫേ ട്രൈ ചെയ്യണം, ഫുഡ് ബ്ലോഗേഴ്സ് പറയുന്ന അതേ കഫേ ചെയ്യണം എന്ന് തോന്നുന്നുണ്ടോ? അവർ സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യുന്നു, നമുക്ക് അതേ പ്രൊഡക്ട്സ് വേണമെന്ന് തോന്നുന്നുണ്ടോ? നീഡിനും വാണ്ടിനും ഇടയിലെ ബൗണ്ടറി ബ്ലർ ആകാം. അതായത് വാട്ട് ഐ നീഡ് ആൻഡ് വാട്ട് ഐ വാണ്ട് ആർ ഡിഫറെൻറ്റ്. ആക്ച്വലി മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും പവർഫുൾ ട്രിക്ക് ഇതാണ്. ആദ്യം ഒരു പ്രോഡക്റ്റ് കാണിക്കുന്നു, പിന്നെ അത് ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാക്കുന്നു. അവസാനം നമ്മൾ പ്രോഡക്റ്റ് വാങ്ങുന്നത് പ്രോഡക്റ്റ് ആവശ്യമുള്ളത് കൊണ്ടല്ല, ഈ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ചെറിയ ഭാഗമാകാൻ വേണ്ടിയിട്ടാണ്, അവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് കൺസ്യൂമർ കൾച്ചറിൻ്റെ ഒരു വലിയ ഭാഗമാണ്. ഇൻഫ്ലുവൻസർ ആകണം എന്ന പുതിയ മോഹം, ഇത് പല കുട്ടികളോടും ചോദിച്ചാൽ വലുതായാൽ എന്താകണം? ഡോക്ടർ, എൻജിനീയർ, ടീച്ചർ, സയൻറ്റിസ്റ്റ്, എൻ്റർപ്രനർ. പക്ഷേ മറ്റൊരു ആൻസർ കൂടി പോപ്പുലറാണ്, ഐ വാണ്ട് ടു ബിക്കം എ പോപ്പുലർ ഇൻഫ്ലുവൻസർ. ഇത് മോശമാണോ? അല്ല, കണ്ടൻറ് ക്രിയേഷൻ ഒരു ജെന്യുവിൻ കരിയർ തന്നെയാണ്. പക്ഷേ ഒരു മിസ്കൺസെപ്ഷൻ ഇതിനകത്തുണ്ട്. ഇൻഫ്ലുവൻസർ ലൈഫ് വളരെ ഈസി ആണെന്ന് കരുതുന്നുണ്ട്. ക്യാമറ ഓൺ, വീഡിയോ അപ്ലോഡ്, വ്യൂസ്, മണി, ഫെയിം, റിയാലിറ്റി, അതത്ര സിമ്പിളാണോ? ഒരു സക്സസ്ഫുൾ ക്രിയേറ്ററിൻ്റെ പിന്നിൽ റിസർച്ച് ഉണ്ട്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഉണ്ട്, ഫിലിമിംഗ് ഉണ്ട്, എഡിറ്റിംഗ് ഉണ്ട്, തംബ്നെയിലുണ്ട്, SEO ഉണ്ട്, ഓഡിയൻസ് അനാലിസിസ് ഉണ്ട്. ഇതിലെല്ലാം കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുന്നു കൺസിസ്റ്റൻസി, ബ്രാൻഡ് മാനേജ്മെൻ്റ് ഉണ്ട്, നെഗോഷിയേഷൻ ഉണ്ട്, അനലിറ്റിക്സ്, യൂട്യൂബ് അനലിറ്റിക്സ്, ഫേസ്ബുക്ക് അനലിറ്റിക്സ്, ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് നല്ല മെൻ്റൽ പ്രഷറുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത് ഐ വേക്കപ്പ് ലൈക്ക് ദിസ് എന്നാണ്, അല്ലെങ്കിൽ മൈ ലൈഫ് ഈസ് ആൻ ഇൻഫ്ലുവൻസർ. അവരുടെ വർക്ക് നമ്മൾ കാണുന്നില്ല, ഓൺലി വീഡിയോസ്. അൽഗോരിതമാണോ യഥാർത്ഥ ഇൻഫ്ലുവൻസർ? ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇൻഫ്ലുവൻസേഴ്സ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണോ, അതോ അൽഗോരിതം ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിച്ച് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണോ? നമ്മളൊരു വീഡിയോ കാണുന്നു, അൽഗോരിതം ശ്രദ്ധിക്കുന്നു, നമുക്ക് എന്താണ് ഇഷ്ടപ്പെട്ടത്, എത്ര സമയം കണ്ടു, സ്കിപ്പ് ചെയ്തോ, ലൈക്ക് ചെയ്തോ, കമൻറ്റ് ചെയ്തോ, ഷെയർ ചെയ്തോ, അതിനുശേഷം അതേ ടൈപ്പ് കണ്ടൻറ്റ് വീണ്ടും വരുന്നു, നമ്മൾ വീണ്ടും അത് കാണുന്നു, അൽഗോരിതം വീണ്ടും ലേൺ ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് ഉണ്ടാക്കുന്നു. ഒരു ഘട്ടത്തിൽ നമ്മുടെ ഫീഡ് നമ്മൾ തന്നെ തിരഞ്ഞെടുത്തതുപോലെ തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ അൽഗോരിതമിക്കലി സെലക്റ്റഡ് കണ്ടൻ്റാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഫീഡ് ഒരു ന്യൂട്രൽ മിറർ അല്ല, അതൊരു റെക്കമെൻഡേഷൻ സിസ്റ്റമാണ്.
നമ്മൾ കൂടുതൽ സമയം പ്ലാറ്റ്ഫോമിൽ ചെലവഴിച്ചാൽ പ്ലാറ്റ്ഫോമിന് കൂടുതൽ എൻഗേജ്മെൻറ്റ് കൂടുമ്പോൾ കൂടുതൽ അഡ്വർടൈസിങ് ഓപ്പർച്യൂണിറ്റീസ്. അതിനാൽ അറ്റൻഷൻ ഇറ്റ് സെൽഫ് ഹാസ് ബിക്കം എ കൊമോഡിറ്റി. നമ്മുടെ അറ്റൻഷന് വാല്യൂ ഉണ്ട്. ഫെയിമിൻ്റെ ഡാർക്ക് സൈഡ് എന്താണെന്ന് നോക്കാം. ഇൻഫ്ലുവൻസർ ലൈഫ് പുറത്തുനിന്ന് ഗ്ലാമറസ് ആയി തോന്നും, പക്ഷേ ഫെയിമിനൊരു ഡാർക്ക് സൈഡുണ്ട്. അതായത് കോൺസ്റ്റൻറ്റ് ക്രിറ്റിസിസം, ട്രോളിങ്, ഓൺലൈൻ ഹറാസ്മെൻറ്റ്, പ്രൈവസി ലോസ്, ഫേക്ക് ഫ്രണ്ട്ഷിപ്സ്, പ്രഷർ ടു മെയിൻറ്റെയിൻ ആൻ ഇമേജ്, എവരി പോസ്റ്റ് ഇൻ ജഡ്ജ്മെൻറ്റ്. ഒരു സാധാരണ വ്യക്തി തെറ്റ് ചെയ്താൽ അത് കുറച്ച് ആളുകൾ മാത്രം കാണും. ഒരു ഇൻഫ്ലുവൻസർ തെറ്റ് ചെയ്താൽ ആയിരക്കണക്കിന് ആളുകൾ അത് കാണും. ഒരു പഴയ പോസ്റ്റ് പോലും വീണ്ടും പുറത്തു വരാം. അങ്ങനെ ഡിജിറ്റൽ ഫുട് പ്രിൻറ്റ് വളരെ പവർഫുള്ളാണ്. അതുകൊണ്ട് ഇൻഫ്ലുവൻസർ ആകുമ്പോൾ ഫ്രീഡം മാത്രമല്ല, റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. ഒരു ഇൻഫ്ലുവൻസർ പറയുന്ന ഒരു സെൻറ്റൻസ് ആയിരക്കണക്കിന് ആളുകളെ സ്വാധീനിക്കാം. അതുകൊണ്ട് റീച്ച് കൂടുമ്പോൾ റെസ്പോൺസിബിലിറ്റിയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഫോളോവേഴ്സിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇവിടെ നമ്മൾ ഇൻഫ്ലുവൻസേഴ്സിനെ മാത്രം കുറ്റപ്പെടുത്തരുത്. ഫോളോവേഴ്സ് എന്ന നിലയിൽ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ലേ? ഉണ്ട്. ഒരു ഇൻഫ്ലുവൻസർ എന്ത് പറഞ്ഞാലും ബിലീവ് ചെയ്യേണ്ടതില്ല. ഒരു വൈറൽ റിയൽ ഫാക്റ്റ് ആണെന്ന് കരുതേണ്ടതില്ല. ഒരു പ്രോഡക്റ്റ് നല്ലതാണെന്ന് ഇൻഫ്ലുവൻസർ പറഞ്ഞതുകൊണ്ട് മാത്രം വാങ്ങേണ്ടതില്ല. ഒരു ലൈഫ് സ്റ്റൈൽ കണ്ടിട്ട് എൻ്റെ ജീവിതം യൂസ്ലെസ് ആണ് എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അല്ല, നോട്ട്. ഒരു ജീവിതവും യൂസ്ലെസ് അല്ല. നമ്മൾ ചോദിക്കണം, ഇത് ശരിക്കും എനിക്ക് ആവശ്യമുണ്ടോ? ഈ ഇൻഫർമേഷൻ വെരിഫൈഡ് ആണോ? ഇത് സ്പോൺസേർഡ് കണ്ടൻ്റ് ആണോ? ഈ പേഴ്സൺ ഇതിൽ ക്വാളിഫൈഡ് ആണോ? ഞാൻ എൻ്റെ ജീവിതത്തെ മറ്റൊരാളുടെ എഡിറ്റഡ് ലൈഫുമായി കമ്പയർ ചെയ്യണോ? ശരിക്കും മറ്റൊരാളുടെ എഡിറ്റഡ് ലൈഫാണ് നിങ്ങളീ കാണുന്ന എൻ്റെയും മറ്റൊരാളുടെയും ഇൻഫ്ലുവൻസർ ലൈഫ്. ഈ 4-5 ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയ കൺസംഷനെ തന്നെ മാറ്റും. ഇൻഫ്ലുവൻസർ കൾച്ചറിൻ്റെ നല്ല വശങ്ങൾ എന്തൊക്കെയാണ്? ഇൻഫ്ലുവൻസർ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് മാത്രം പറഞ്ഞാൽ പോരല്ലോ. ഇത്രയും പറഞ്ഞതുകൊണ്ട് ഇൻഫ്ലുവൻസർ കൾച്ചർ മുഴുവൻ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളങ്ങനെ കരുതുകയും വേണ്ട. അതിന് വലിയ പോസിറ്റീവ് സൈഡുണ്ട്. ഒരു ക്രിയേറ്റർ എഡ്യൂക്കേഷനെ പറ്റി നല്ല അഡ്വൈസ് തരാം, കരിയറിനെ പറ്റി നല്ല അഡ്വൈസ് തരാം, മെൻ്റൽ ഹെൽത്ത് അവയർനെസ്സിനെ സ്പ്രെഡ് ചെയ്യാൻ പറ്റും, സ്മോൾ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും ഒരു ഇൻഫ്ലുവൻസറിന്, സോഷ്യൽ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യാം, പുതിയ സ്കിൽസ് പഠിപ്പിക്കാം, എൻ്റർപ്രനർഷിപ്പ് ഇൻസ്പയർ ചെയ്യാം. ഒരു ചെറിയ ബിസിനസ്സിന് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് വഴി കസ്റ്റമേഴ്സിനെ കിട്ടാം. ഒരു ടാലൻറ്റഡ് ആർട്ടിസ്റ്റിന് ഓഡിയൻസിനെ കിട്ടാം. ഐ മൈസെൽഫ് ആൻ ആർട്ടിസ്റ്റ്, ഐ എം ട്രൈങ് ടു ബിക്കം. ഒരു സ്റ്റുഡൻറ്റിന് സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്താം. വലിയ കാര്യമാണത്. ഒരു ക്രിയേറ്ററിന് സ്വന്തം പാഷൻ കരിയറാക്കാം. തീർച്ചയായിട്ടും എന്ത് പാഷനാണോ നിങ്ങളുള്ളത് അതൊരു ക്രിയേഷനാക്കാം, അത് വീഡിയോസ് ചെയ്യാം, അത് നിങ്ങൾക്ക് ഓഡിയൻസിനെ കിട്ടും. അതുകൊണ്ട് പ്രശ്നം ഇൻഫ്ലുവൻസർ കൾച്ചർ തന്നെയല്ല, നമ്മൾ അതിനെ എങ്ങനെ കൺസ്യൂം ചെയ്യുന്നു എന്നതാണ് പ്രധാനപ്പെട്ട. നമ്മൾ അവരെ കമ്പയർ ചെയ്യുന്നു എന്നതാണ് ഇതിലെ പ്രാധാന്യം. അപ്പോൾ ഇനിയൊന്ന് ചോദിച്ചോട്ടെ, ഇൻഫ്ലുവൻസർ കൾച്ചർ നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ടോ? ചിലപ്പോൾ അതെ. പക്ഷേ അതിൻ്റെ മുഴുവൻ പവർ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കയ്യിൽ മാത്രമല്ല, നമ്മുടെ അറ്റൻഷനിലാണ്. നമ്മളെന്ത് കാണുന്നു, നമ്മളെന്ത് ബിലീവ് ചെയ്യുന്നു, നമ്മളെന്ത് വാങ്ങുന്നു, ആരെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. എന്തുമായി നമ്മൾ കമ്പയർ ചെയ്യുന്നു. ഒരു ഇൻഫ്ലുവൻസിന് ഫോളോവേഴ്സ് കൂടുതലുണ്ട് എന്ന് വെച്ചാൽ അവരെ എക്സ്പെർട്ടൈസ് ആണ് ആ കാര്യത്തിൽ എന്നല്ല. ഒരു വൈറൽ വീഡിയോ ഒരു സത്യത്തിൻ്റെ തെളിവല്ല. ഒരു ലക്ഷറി ലൈഫ് സ്റ്റൈൽ ഹാപ്പിനെസ്സിൻ്റെ തെളിവല്ല. ഒരു കാര്യം മാത്രം ഓർക്കുക, നിങ്ങളുടെ ജീവിതം മറ്റൊരാളുടെ ഇൻസ്റ്റാഗ്രാം ഫീഡ് പോലെ കാണേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതാണ്. ഇൻഫ്ലുവൻസർമാരെ ഫോളോ ചെയ്യാം, അവരിൽ നിന്ന് പഠിക്കാം, ഇൻസ്പിറേഷൻ എടുക്കാം. നിങ്ങൾക്ക് വേണ്ടത് മാത്രം പ്ലേറ്റിൽ വിളമ്പി വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടത് മാത്രം കഴിക്കുക. നമ്മുടെ ഐഡൻറ്റിറ്റി അവരിൽ നിന്ന് ബോറോ ചെയ്യേണ്ടേ, കടം വാങ്ങേണ്ട ഒരു സാധനമല്ല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ലോകം പലപ്പോഴും എഡിറ്റഡാണ്, എൻ്റേതും നിങ്ങളുടേതും. നമ്മൾ ജീവിക്കേണ്ടത് നമ്മളുടെ യഥാർത്ഥ ജീവിതമാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കൂ, നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസറിനെ കോപ്പി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? അവരെ ഓർത്ത് എപ്പോഴെങ്കിലും ഒരിക്കൽ അതേപോലെ എനിക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഐ റിപ്പീറ്റഡ്ലി സേ ദാറ്റ് നിങ്ങളതിൽ നിന്ന് മാറി ചിന്തിക്കണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ കൺട്രോൾ നിങ്ങളുടെ മാത്രം കൈകളിലാണ്, നിങ്ങളുടെ മാത്രം കൈകളിലായിരിക്കണം. എഡ്യൂക്കേറ്റ് ഫ്രം ദ ഇൻഫ്ലുവൻസർ കൾച്ചർ ബട്ട് നോട്ട് കോപ്പി. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എൻ്റെ അനാലിസിസാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് കമ്മിങ്.